ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ, ആഹാബിൻ്റെ മരണശേഷം അഹസ്യ രാജാവാകുന്നു. അഹസ്യായ്ക്ക് മക്കളില്ലാതിരുന്നതുകൊണ്ട് അഹസ്യയുടെ സഹോദരൻ യോറാം രാജാവാകുന്നു. മൊബാബ്യര് ഇസ്രയേൽ രാജാവിന് കപ്പം എന്ന കണക്കെ എല്ലാ വർഷവും ലക്ഷത്തിൽ അധികം മുട്ടനാടുകളെയും ചെമ്മരിയാടുകളെയും അവിടെ രോമങ്ങളും കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് മൊബാബ്യര് അത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഇസ്രയേൽ രാജാവായ സമരിയയിലെ ഇസ്രയേലിൻ്റെ രാജാവായ യോറാമും യൂദായുടെ രാജാവായ യഹോഷാഫാത്തും അതുപോലെ തന്നെ ഏദോം രാജാവുമായി മൊബാബിയർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അവർ മൂവരും കൂടി യുദ്ധത്തിന് പോയി 7 ദിവസം യാത്ര ചെയ്തപ്പോൾ അവർക്കും മൃഗങ്ങൾക്കും പരിചാരകർക്കും വെള്ളം ലഭിക്കാതെയായി. അപ്പോൾ സമറിയയുടെ രാജാവായ യോറാം പറയുന്നുണ്ട്, നമ്മളെ 3 രാജാക്കന്മാരെയും മൊബാബ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ കർത്താവ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ യൂദാ രാജാവായ യഹോഷാഫാത്ത് പറയുന്നുണ്ട്, ദൈവത്തിന് ഹിതമറിയുവാൻ നിന്റെ പ്രവാചകന്മാരുടെ ആരെങ്കിലും ഇവിടെയുണ്ടോ? അപ്പോൾ യോറാമിൻ്റെ സേവകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, പ്രവാചകനായ ഏലിയായുടെ കയ്യിൽ ജലം പകർന്നവൻ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷ ഇവിടെയുണ്ട്. ഇവർ 3 രാജാക്കന്മാരുമായി ഏലീഷയെ കാണുവാൻ വേണ്ടി ചെന്നു. ഏലീഷ അവരോട് ചോദിക്കുന്നു, നിനക്ക് എൻ്റെ ആവശ്യമെന്ത്? നിന്റെ മാതാപിതാക്കളുടെ പ്രവാചകരുടെ അടുത്ത് എന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് ഇപ്രകാരം പറയുന്നുണ്ട്, ഞങ്ങളെ മൂവരെയും കൊന്നുകളയുവാൻ മൊബാബിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ കർത്താവാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എലീഷ പറയുന്നു, യഹോഷാഫാത്തിനെ പ്രതിയാണ് ഞാൻ നിങ്ങളെ നോക്കുന്നത്. നിങ്ങളുടെ കൂടെ യഹോഷാഫാത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലുമില്ലായിരുന്നു. എന്നിട്ട് പറയുന്നു, നീ ഒരു ഗായകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഒരു ഗായകൻ എലീഷയുടെ അടുത്തെത്തി. അവൻ ഗാനം ആലപിച്ചപ്പോൾ എലീഷയിൽ ആത്മാവ് ശക്തിയായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. എലീഷ പറഞ്ഞു, നിങ്ങൾ മൊബാബ്യരെ പരാജയപ്പെടുത്തും. മൊബാബ്യരെ നിങ്ങളുടെ കരങ്ങൾ ദൈവം ഏൽപ്പിക്കും. നിങ്ങൾ അവരുടെ നീരുറവുകൾ തടയും, പല വർഷങ്ങൾ വെട്ടിക്കളയും, നിലങ്ങൾ നിങ്ങൾ കല്ലുകൾ കൊണ്ട് മൂടും, നഗരങ്ങളും നല്ല പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുടിക്കുവാനും നിനക്കും നിന്റെ മൃഗങ്ങൾക്കും സേവകർക്കും കുടിക്കുവാനുമായി അരുവിത്തടം ഞാൻ പല കുളങ്ങളായി
മാറ്റും, അതിൽ വെള്ളം നിറയും. പ്രിയ സഹോദരങ്ങളെ, ഏദോം ദേശത്തു നിന്ന് വെള്ളമൊഴുകി നീർത്തടം നിറഞ്ഞു. പല കുളങ്ങളിലായി നീർത്തടത്തിൽ പല കുളങ്ങൾ ഉണ്ടായി. അവ ധാരാളം ജലം കൊണ്ട് നിറഞ്ഞു. അവർ ആവോളം അത് കുടിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തിൻ്റെ ഹിതമാരാഞ്ഞതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവപുരുഷനെ നീ അന്വേഷിക്കണം. സഭയിൽ ദൈവം അഭിഷിക്തരെ നിയോഗിച്ചിട്ടുണ്ട്. അവരിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവർ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഇന്നത്തെ ദിവസം പ്രത്യേകമായി ശരീരത്തിന് അമിതമായി വിയർപ്പ് അനുഭവപ്പെടുന്ന വ്യക്തികളുണ്ട്. പരീക്ഷ എഴുതുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും കൈകൾ മുഴുവൻ വിയർപ്പ് വന്ന് പേപ്പർ മുഴുവൻ നനഞ്ഞു പോകും. ഭയങ്കര വിയർപ്പാണ് ശരീരത്തിന് മുഴുവൻ. കർത്താവേ, അങ്ങനെ അസ്വസ്ഥപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പല വ്യക്തികളുമുണ്ട്. അവരുടെ ശരീരത്തിൽ അമിതമായ വിയർപ്പിനെ അവിടുന്ന് നിയന്ത്രിക്കണമേ. കർത്താവെ, ആ മക്കൾക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ അവയെല്ലാം നീ ശരിയാക്കി കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ, ആ മക്കളുടെ മേൽ വന്ന് നിറയണമേ. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവിൻ്റെ പ്രവാഹമുണ്ടാകട്ടെ. എല്ലാ രോഗികളും സൗഖ്യപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.